स्तुति करता हूँ सभी को अपने मसीह की 2025 ലാസ്റ്റ് മൺഡേ ആയിരുന്നു. ഏപ്രിൽ മാസത്തിലെ 2025 ലാസ്റ്റ് के മൺഡേ. 2025 के अप्रैल महीने के आखिरी सोमवार के दिन हम आप पहुंचे हैं ഇനിയും ഏപ്രിൽ മാസം മൺഡേ എനിക്ക് കിട്ടത്തില്ല. और आगे अप्रैल महीने में एक सोमवार हमें अभी नहीं मिल पाएगा। ഞാൻ ഒത്തിരി ലാസ്റ്റ് മൺഡേ ഇങ്ങനെ പോയത് അവസാനം നമ്മൾ കർത്താവിന്റെ അടുക്കൽ അങ്ങ് പോകും. ഇത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. और ऐसे बहुत आखिरी हमारे जीवन में होकर हम एक दिन अंत में प्रभु के पास पहुंच जाएंगे। ഓരോ മൺഡേയും ഓരോ ട്യൂസ്ഡേയും ഓരോ വെനസ്ഡേ ഞാൻ എപ്പം एक एक പോകുന്ന അറിയത്തില്ല. നമ്മുടെ ബസ് വരുമ്പോൾ നമ്മളങ്ങ് പോകും. एक एक सोमवार, एक एक मंगलवार, एक एक बुधवार, ऐसे दिन बीतते जाएंगे। कितने दिन जाएंगे हम नहीं पता, हमें नहीं पता। एक दिन हमारी गाड़ी आते हैं तो हम वहां पर चले जाएंगे। കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രത്യേക അനുഭവത്തിലൂടെ കർത്താവ് എന്നെ കൊണ്ടുപോകാനിടയായി. पिछले दिनों में एक विशेष अनुभव में से प्रभु मुझे होकर जाने में मदद किया। പല ശോധനകള്, ടെസ്റ്റുകള്, പ്രതിസന്ധികള് ഓരോന്നോരോന്നായി. कई प्रकार की परीक्षाओं को, कई प्रकार की ऐसी पीड़ाओं को मैं अपने जीवन में एक के बाद एक ऐसे अनुभव किए थे। എല്ലാ ഭക്തന്മാർക്കും ഈ അനുഭവത്തിലൂടെ കടന്നുപോയേ പറ്റൂ. हर एक परमेश्वर के भक्तों को ऐसे अनुभवों में से होकर जाना ज़रूरी है। ഉയർച്ചയും താഴ്ചയും കുന്നും താഴ്വരകളൊക്കെ നമ്മുടെ ജീവിതയാത്രയിലുള്ളതാണ്. हमारे जीवन में ऊँचाई और हमारे जीवन में तराई जैसे अनुभव हमारे मसीह जीवन का एक भाग है। നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 31 വാക്യം. एक आयत को हम पढ़ेंगे, लूका रचित सुसमाचार 22 अध्याय उसके 31 पद को हम पढ़े। ആർക്കണോ വാക്യം? എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ കൈ എന്റെ അരികെ നോ മേശപ്പുറത്തുണ്ട്. നോ നോ ലൂക്കോസിന്റെ സുവിശേഷം 22 അധ്യായം 31 വാക്യം. ശിമോനെ 31. ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. അടുത്ത लूका വാക്യം കൂടെ. रचित सु- ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ആമേൻ. Praise the लूका Lord. का सुसमाचार 22 अध्याय उसके 31 आयत। शमौन, हे शमौन, देख शैतान ने तुम लोगों को मांग लिया है कि गेहूं के समान पटके, परंतु मैंने तेरे लिए विनती की कि तेरे विश्वास जाता न रहे, और जब तू फिरे तो अपने भाइयों को स्थिर करना। എന്നെ കേൾക്കുന്ന മിക്കയുടെ ജീവിതത്തിൽ ഇതുപോലെ പാറ്റുന്ന അനുഭവത്തിലൂടെ കടന്നു ഇപ്പം പോയിക്കൊണ്ടിരിക്കാം നമുക്കൊന്ന്. പക്ഷെ മിക്കവാറും ഭൂമിയിലുള്ള എല്ലാ ഭക്തന്മാരും പാറ്റുന്ന ഈ അനുഭവത്തിൽ കൂടെ കടന്നുപോയേ പറ്റൂ. और मेरे सुनने वाले आप सभी के जीवन में आज नहीं तो कई एक बार ऐसे अनुभवों को हमारे जीवन में हमने सामना किया है कि ऐसे गेहूं के इस तरह हम यहाँ वहाँ पटके जाते हैं। आज नहीं तो कल हमें ऐसे अनुभवों में से होकर जाना जरूरी भी है। സാത്താൻ ആപ്ലിക്കേഷൻ കൊടുത്തേക്കുക പെർമിഷന് വേണ്ടി പത്രോസിനെ പാറ്റാൻ. और शैतान यहाँ पर परमेश्वर की ओर से एक अनुमति को मांग रहा है ताकि वो शमौन पतरस को इस समान गेहूं के समान पटकने की अवसरों को ले। അയ്യോബിനെ പാറ്റേണ്ടതിന് പെർമിഷൻ ചോദിച്ചു. अय्यूब को भी ऐसी एक अनुभव के लिए शैतान परमेश्वर से अनुमति അപ്പൊ मांगा था। ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ സാത്താൻ ഒന്നും തൊടാൻ പറ്റത്തില്ല. നമുക്ക് പോരാട്ടം എന്നൊക്കെ പറയാം. പക്ഷെ സർവശക്തനായ ദൈവം പെർമിഷൻ കൊടുക്കാതെ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. और एक बात हमें ध्यान रखना जरूरी है कि परमेश्वर की अनुमति के बगैर शैतान कुछ भी हमें कर नहीं सकता, और ये प्रभु की अनुमति से ही शैतान जो भी करना चाहता है वो करता है। സർവവ്യാപിയും സർവജ്ഞാനിയുമായ കർത്താവിന് അറിയാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. सर्वव्यापी और सर्वज्ञानी परमेश्वर ऐसे ना जान पाने वाला कोई भी विषय हमारे जीवन में नहीं होता है। നമ്മൾ ഏത് അവസ്ഥയിലാണ്, ഏത് പരിസരമാണ് കർത്താവ് നന്നായി അറിയാം. और हम जो परिस्थिति में है, जो अवस्था में है, वो सब परमेश्वर अच्छी रीति से जानता है।
ലാസറിന്റെ ഭവനം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. लाजर के परिवार में एक बुरी अवस्थाओं में से वे लोग होकर गुजर रहे थे ദീനം വന്നു മരിച്ചു അടക്കി. और लाजर बीमार हुआ, मृत्यु पाया और उसको दफना दिया। പക്ഷേ നമ്മൾ ചിന്തിച്ചവരല്ല കർത്താവ് പറഞ്ഞത്. लेकिन हमने जैसा सोचा वैसे नहीं परमेश्वर ने उनके प्रति जवाब देता है। കർത്താവ് പറഞ്ഞ ലാസർ ഉറങ്ങുവാണ്. यीशु मसीह इस प्रकार कहता है कि लाजर तो सो रहा है। അപ്പൊ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലാണോ നമ്മളെക്കാട്ടിൽ അതറിയുന്ന എന്ത് സംഭവിക്കാൻ പോകുന്നു അറിയുന്ന ഒരു കർത്താവ് നമ്മൾ സേവിക്കുന്നത്. तो आज हम जैसी भी परिस्थिति में हैं, हमारी हर एक परिस्थिति को जानने वाला परमेश्वर, हमसे बेहतर हमारी अंत को जानने वाला परमेश्वर को हम आराधना और उसकी सेवा करते हैं। ഇങ്ങനെ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഉറപ്പ് നമുക്കുണ്ട്. എന്താ ഉറപ്പെന്നറിയാമോ? കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 50-ാം സങ്കീർത്തനം 15-ാം അധ്യായത്തിൽ വാക്യത്തിൽ, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ അവിടെ ഉണ്ടെന്ന്. और ऐसे मुश्किल अवस्थाओं में से जब हम जाते हैं तो परमेश्वर का वचन हमें हमें इस प्रकार का एक आसरा और एक दिलासा देता है। हमें भजन संहिता 50 उसके 15वां आयत में इस प्रकार लिखा है, संकट के दिन मुझे पुकार, मैं तुझे छुड़ाऊंगा और तू मेरी महिमा का कारण बनने पाएगा। ഈ പാറ്റുന്ന പ്രക്രിയ പെട്ടെന്നുണ്ടാകുന്ന അനുഭവമല്ല, ഇത് പാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു പ്രാവശ്യം പാറ്റി അങ്ങ് വിടുകയല്ല, പാറ്റി 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 എന്നെ പല പ്രാവശ്യം പാറ്റിക്കൊണ്ട്. പാറ്റിയവർക്കറിയാം. കേരളത്തിലൊക്കെ പണ്ട് മുറത്തിനകത്ത് ഇങ്ങനെ പാറ്റി 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 എന്തെങ്കിലും സംഭവിക്കുന്ന വരെ പാറ്റും. और ऐसी पटके जाने वाली अवस्थाएं एक बार में खत्म करने वाली बात नहीं है, वे बार बार किए जाते हैं। ऐसे बार बार पटके जाते हैं जब तक वो पूर्ण रीति से साफ नहीं होता है। ഇതുവരെ കൂടെ കിടന്നവരെല്ലാം വേർപിരിയും. और ऐसे पटके जाने के समय में अब तक जो साथ रहा हुआ कई ऐसे लोग जो हैं वे आसपास से बिछड़ जाते हैं। നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഞങ്ങളുടെ കൃഷി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നെല്ല് ആദ്യം കൊയ്യും. കൊയ്തിട്ട് ഈ ചുമന്നോണ്ട് വരുമ്പം അത് കഴിഞ്ഞിട്ട് മെതിക്കുന്ന ഒരു പരിപാടിയുണ്ട്. और हम जब केरल में थे तो हम जब खेती करते थे उस समय में मुझे ये बात ध्यान रखता हूँ मैं कि हम जब चावल की खेती को करते तो चावल को हम पहले काटते हैं, फिर उसको सफाई करते हैं और सफाई करने के लिए दावने वाली एक अवस्थाओं में उस चावल को हम ले चलते हैं ചാവിട്ടിയാ മെതിക്കുന്നത്. और उसी के ऊपर दावने के समय में उसके ऊपर पैरों से उसको रौंदा जाता है। ഇതിനകത്ത് പതിരുമുണ്ട്, മങ്കുണ്ട്. और इसके अंदर कई प्रकार की कण होता है और उस कई प्रकार की छिलके भी रहते हैं। അമ്മമാര് പറയാ, രക്ഷപ്പെട്ടടാ, തലച്ചവട പോകുമ്പോ സുഖമായിട്ട് ഇവരുടെ കൂടെ ഇരിക്കുന്നത്. അവരുടെ കൂടല്ലേ പരിപാടി, മറ്റുള്ള കൂടാ. തലച്ചവട വരുമ്പോഴും മെതിക്കുമ്പോഴും എല്ലാം കൂടാ. और ये जो चावल की छिलके हैं या जो खोखला जो कण होता है, ये सब एक साथ उठाकर उस दावने की उस क्षेत्र में ले जाते हैं। जब ले जाने के समय में ये लोग आपस में कहते हैं कि हम तो बच गए हैं, हम भी तुम्हारे साथ चल रहे हैं। ऐसी एक अवस्था वो लोग अपने जीवन में अनुभव करते हैं। അത് കഴിഞ്ഞൊരു പാറ്റുന്ന പരിപാടിയുണ്ട്, അപ്പോഴറിയാം. इसके बाद में इन सबको दावने के बाद में इनको जब पटका जाता है तब असलियत वहां पर पता चलता है। യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പലവക മീൻ പിടിക്കുമ്പോൾ എല്ലാം കൂടെ ഒരെണ്ണത്തിനകത്തല്ല, അതിന് പാമ്പും കയറും, സകലതും കയറും, എന്നിട്ട് ഒന്ന് പിടിച്ചോണ്ടിടും. और यीशु मसीह ने भी इस प्रकार कहा है कि कई बार हम मछलियों को पकड़ने के समय में हम जानते हैं कि कई प्रकार की मछली एक जाल में फंस जाते हैं। कई बार इन जालों में समुद्री सांप भी आमीन आ जाते हैं। ഒരു അച്ഛനോട് ചോദിച്ചു, പാസ്റ്റർ ഏത് ഇടവകയിലാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വകയുടെ എല്ലാം ഇടയ്ക്കാണ്. एक बार एक प्रभु के दास ने एक पासवान से पूछा कि आप कौन से क्षेत्र से आते हैं, तो इस प्रकार कहने लगा कि मैं कोई क्षेत्र के में से नहीं आता हूँ, मैं इन सारे क्षेत्रों के बीच में से मैं आता हूँ। അത് പലവക മീൻ എന്നല്ല പറഞ്ഞേ, എല്ലാ വകയുടെ ഇടയ്ക്കാ കിടക്കുന്നത്.
और यहाँ पर भी ऐसे ही बताया जाता है कि कई प्रकार की मछलियाँ और सारी मछलियाँ एक दूसरे के बीच में रहते हैं। പല വക മീൻ ഇടയ്ക്കാ. നമ്മളെല്ലാം പല 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 മീന, കൊമ്പുള്ളതുണ്ട്, കൊമ്പില്ലാത്തതുണ്ട്, പാമ്പിന്റെ വാലുള്ളതുണ്ട്. പല ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇത്? और हम भी ऐसे ही हैं कि कई प्रकार की मछलियाँ जैसे सामान हम ऐसे बैठे हैं, कई को सींग है, कई को कांटे हैं, कई को सांप जैसी मुंह है, सारी प्रकार की प्रकार की मछलियों के समान हम भी यहाँ पर उपस्थित है। നമ്മൾ ഈ മെതിച്ച നെല്ലിന്റെ അടുക്കോട്ട് നമുക്ക് പോവാം. അവിടെ നെല്ലിങ്ങനെ കൂട്ടിയിട്ടേക്കുക. അത് കറ്റയെല്ലാം വേർതിരിച്ച് ഇതിനെ കൂട്ടിയിട്ടേക്കുക. അപ്പം പതിരും മങ്കും ഇവിടെ കൂട്ടത്തിൽ കിടക്കുക. ഒരൊറ്റ കൊട്ടുന്നുണ്ട്, പാടുന്നുണ്ട്, പല പരിപാടികൾ നടക്കുന്നുണ്ട് അവിടെ. और यहाँ पर हमने दावने वाले इस चावल की उस क्षेत्र में हम जाएँगे, जब चावल को रौंदा जाता है, उसके छिलके निकाले जाते हैं और उसको सब एक साथ इकट्ठा करके रखे जाते हैं, तो आस-पास में ये दोनों कहते हैं कि हम तो अभी बच गए हैं, हमें कोई तो पकड़ नहीं रहा है, गाना है, बजाना है, सब कुछ साथ में चल रहा है। ഇനിയും പതിര് പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. और उसके बाद में उसकी छिलका हटाने का एक समय आता है। ഇതിങ്ങനെ കാറ്റ് വരുന്നതനുസരിച്ച് നോക്കുമ്പം നെല്ലെല്ലാം താഴെ കിടക്കും, പതിരെല്ലാം താഴെ കിടക്കും. और हवा चलने की दिशा में जब चावल को बड़ी ऊंचाई से नीचे डाला जाता है, तो चावल जो है नीचे गिर जाते हैं, लेकिन ये सारी छिलके जो हैं, ये उड़कर कहीं और चले जाते हैं। ഇത്രയും നാൾ ഇതിന്റെ കൂടെ നടന്ന, കൊണ്ട് നടന്ന, इतने साल तक, इतने समय तक साथ में चले हुए अनुभव में रहने वाले थे। ഇവരെ കിടപ്പ് കണ്ടുമ്പോ നമുക്ക് കഷ്ടം തോന്നും. और उनकी परिस्थिति देखकर, वो जहाँ पड़ा हुआ हालत देखकर हमें बहुत दुःख लगने लगता है। കാരണം അകത്തൊന്നും ഇല്ല, പൊള്ളയാ മൊത്തം. ആരാധനയും പാട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷെ അകത്തൊന്നുമില്ല, ആണ്ട് കിടക്കുന്നു. ഒറ്റ കാറ്റ് വന്നപ്പം താണ്ട് കിടക്കുന്നത്. कारण यह है कि अंदर यहाँ पर कुछ भी ठोस रीति से कुछ भी नहीं है। आराधना प्रार्थना तो बाहरी रूप से है, परंतु अंदर पूरा खाली अवस्था में वो पाया जाता है, इसलिए അപ്പൊ ഈ ऐसी മങ്ക് अवस्था में പറയാണ് पड़े हैं। രക്ഷപ്പെട്ടടാ, നമുക്ക് രക്ഷപ്പെട്ടു. മങ്ക് അതിനകത്തുണ്ട്, അതിനകത്തുണ്ട്, പക്ഷെ കറുത്ത് കിടക്കുക, പുറത്തൊന്നും കാണത്തില്ലല്ലോ. മങ്ക് അതിനകത്തുണ്ട്, മങ്ക് രക്ഷപ്പെട്ടു. और एक प्रकार का जो कण है वो कहते हैं कि हम तो अभी बच गए हैं, हमें कोई तो पकड़ नहीं रहा है। എന്നിട്ട് ഈ നെല്ല് പുഴുങ്ങാൻ ഏൽപ്പിക്കും, നെല്ല് പുഴുങ്ങും. और उसके पश्चात जो ये चावल जो बच जाते हैं, इसे पकाने के लिए डाल देते हैं। പുഴുങ്ങുമ്പോഴും മങ്കന്മാരുണ്ട് അവിടെ. और ऐसे समय में भी ये विशेष प्रकार के ये जो कण हैं उसी में पाए जाते हैं। രക്ഷപ്പെട്ടു, മങ്ക് രക്ഷപ്പെട്ടു. वो भी कहते हैं कि हम तो बच गए हैं, हमें कोई पकड़ नहीं रहा है। അടുത്ത നെല്ലും കൊണ്ട് മില്ലിൽ പോവും. और उसके पश्चात इस पकाए हुए इस चावल को लेकर मिल में जाते हैं, जहाँ पर उसको अधिक साफ किया जाता है। ഒത്തി ഇങ്ങോട്ട് വന്നപ്പം മങ്കന്മാരെല്ലാം കൂടെ കറുത്ത് പുറത്ത് വന്നു, അപ്പോഴേ വെളിപ്പെട്ട്. और सब कुछ होकर आने के बाद ये जो खाली जो खोखला जो कणी था वो सब काला होकर बाहर आ जाते हैं, तब असलियत उनका पता चलता है। ഒറിജിനലെ മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ കിടക്കും. और जो ओरिजिनल है, जो एकदम सही है, उसी को ही ले जाएगा, बाकी सब यहीं पड़े रहेंगे। ഇനി എത്ര വെള്ള ഷർട്ട് ഇട്ടാലും, എത്ര വെള്ള സാരി ഉടുത്താലും, ഡെയിലി ക്ലീൻ ഷേവ് ചെയ്താലും, എത്ര ആവശ്യം അന്യഭാഷ പറഞ്ഞാലും, അകത്തൊന്നുമില്ലെങ്കിൽ മുകളിലോട്ട് പോകത്തില്ല. വീശുമുറം കർത്താവിന്റെ കയ്യിലുണ്ട്. और कितना भी आप सफेद शर्ट पहने, कितना भी आप सफेद साड़ी पहने, कितना भी आप दाढ़ी अपना बना कर रखे, आप कितना यहाँ अन्य भाषा बोले, यदि अंदर आपके कुछ भी नहीं है, तो आप वहां पर नहीं जाएंगे, यहीं छोड़ दिए जाएंगे। അഗ്നിജാലയ്ക്കൊത്ത കണ്ണ് അകത്തോട്ടാ നോക്കുന്ന, പുറത്തല്ല. और अग्नि के समान तेजों में आंखें जो हैं हमारी हृदय के भीतर देखते हैं, हमारी बाहरी रूप को नहीं देखता। ദൈവം നോക്കുന്ന നോട്ടത്തിൽ ദൈവം പാറ്റുമ്പോൾ എവിടെ പോകുമെന്ന് നമ്മൾ ചിന്തിച്ചോണം. जब परमेश्वर हमारे और दृष्टि रखता है और जब हमें प्रभु सफाई की अवस्था में ले जाता है, तो हम कहाँ रहेंगे, वो आज ही हमें समझ लेना जरूरी है। വീശുമുറം അവന്റെ കയ്യിലുണ്ട്, വീശുമുറം ഒറ്റ വീശ ആണ്ട കിടക്കുന്നു.
और वचन कहता है कि पटकने का जो यंत्र है उसके हाथ में है। ഈ പണ്ടൊരിക്കൽ ചോദിച്ചു പക്ഷെ ഈ കർത്താവ് വരുമ്പോൾ ഈ പെട്ടെന്നാണ് യുദ്ധങ്ങളെല്ലാം കൂടെ അങ്ങ് പോവുമായിരിക്കും, പെട്ടെന്നെല്ലാം കൂടെ മിക്സ് ചെയ്ത് കിടക്കുമല്ലയോ, പെട്ടെന്നെല്ലാം കൂടെ പോകും. അപ്പൊ ഞാൻ പറഞ്ഞു ഈ മുട്ടുസൂചി ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടല്ലോ, മുട്ടുസൂചി കമ്പനി തൂത്ത് വരുന്നതെന്നറിയാവോ? ചൂലുകൊണ്ടല്ല, കാന്തം ഒരൊറ്റ കറക്ക, സകല മുട്ടുസൂചിയും കാന്തം എന്ന് പറഞ്ഞ പോലെ കാഹളം ധ്വനിക്കുമ്പോൾ ഒറിജിനൽ എല്ലാം പറന്നങ്ങ് പോകും, കണ്ണ് വയ്ക്കുന്നിട്, ബാക്കിയെല്ലാം ഇവിടെ കിടക്കും. और पहले ऐसे एक विश्वासी ने मुझसे पूछा कि पासवान, ये जो तुरही फूकने का समय आता है तो ये सब लोग जो आज मिलकर पड़े हुए हैं, ये सब क्या चले जाएंगे क्या? तो मैंने उनसे इस प्रकार कहा कि आपने ये जो छोटी सी टाचनी बनाने का जो कंपनी है, कारखाना है, वहाँ पर आप उनको सफाई करते हुए देखे हैं तो आप ये बात को समझ जाएंगे कि वे लोग इन छोटी-छोटी सुइयों को उठाने के लिए वे लोग एक छोटी-सी चुंबक की उपयोग करते हैं। एक बार घुमाने से सारी चुंबक में ये सारी ये सुइयाँ चिपक जाते हैं। वैसे ही परमेश्वर के लोग जो हैं, परमेश्वर के जो तुरही फूँकने के समय में सब लोग पलक झपकते ही उस अनंतता में बुला लिए जाएँगे। ഞാൻ ഒരിക്കൽ നാട്ടിലൊരു കല്യാണത്തിന് പോയി. मैं एक बार केरल में जो है एक विवाह समारोह में मैं गया। ഞങ്ങള് പാഷണോല് കുറച്ചുപേര് പുറകെ ഇരിക്കുക. हम प्रभु के दास लोग, थोड़े लोग जो थे, हम पीछे बैठे हुए थे। അപ്പൊ ഞാനൊരു പാഷനോട് ചോദിച്ചു പെണ്ണ് ഏതാന്ന്. और उसके बाद एक पासवान से मैंने पूछा कि लड़की कौन है? അല്ലെ എല്ലാം ഒരുപോലെ ഇരിക്കുക, ആരെന്നങ്ങനെ അറിയുന്നേ, പെണ്ണ് ഏതാന്ന് ചോദിച്ചു. कारण ये है कि सारी लड़कियां एक साथ दिखाई देती हैं, एक समान, तो मुझे समझ में नहीं आए तो मैंने पूछने लगा कि इसमें से लड़की कौन है? കുറെ എണ്ണം നിരന്നിരിപ്പുണ്ട്, എല്ലാം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്നിരിക്കുക, അപ്പൊ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല പെണ്ണ് ഏതാന്ന്. और ऐसा हुआ कि बहुत सारे एक समान एक वस्त्र में दिखाई दे रहे हैं, वे सब ब्यूटी पार्लर में जाके आए हुए अवस्थाओं में हैं, तो पता नहीं चल रहा कि लड़की कौन है असलियत में। ഒരിക്കലൊരു പെണ്ണ് പിന്നെ ബ്യൂട്ടീഷ്യൻ എല്ലാം കഴിഞ്ഞ് സെറ്റപ്പ് എല്ലാം മാറ്റി വന്ന ചെറുക്കൻ പറഞ്ഞു ഇത് ഞാൻ കണ്ട പെണ്ണല്ലെന്ന് പറഞ്ഞു. एक बार एक लड़की जो है, विवाह के बाद सारी उसकी जब मेकअप उतर जाते हैं, उसके बाद उसके पश्चात वो लड़का ने जब उस लड़की को देखा, तो वो लड़का कहता है कि ये लड़की से मैंने विवाह नहीं किया है। ആ പാഷ പറഞ്ഞു മോൻ കഴിയുമ്പോൾ മാറിപ്പോകും, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. और तब पासवान ने इस प्रकार कहा कि ये जब मुँह धो लेगी तो आपको पहचान में आ जाएगा। അപ്പൊ ഞങ്ങൾ ഈ നോക്കിയിരിക്കും ഏതാ പെണ്ണ് ഇപ്പം പറയാന്ന് പറഞ്ഞു. അവസാനം പാസ്റ്റ് പറഞ്ഞ് ഈ ഒരു പാട്ട് പാടാൻ സമയത്ത് ചെറുക്കനും പെണ്ണും കൂടെ സ്റ്റേജ് ഇരിക്കുക. അപ്പഴേ എന്ന് പറഞ്ഞാൽ ഏതാ ഒറിജിനൽ ദൈവമക്കൾ കർത്താവ് വരുമ്പോ അറിയാം, അതുവരെ ആർക്കും അറിയത്തില്ല. और तब पासवान हम ऐसे बैठे हुए थे कि लड़की में से कौन है ये पता करने के लिए। तब पासवान ने कहा कि जब एक गीत गाया जाएगा तो लड़का और लड़की जो है, जो वर और वधू है, वे आकर मंच में बैठेंगे, तब हम पता कर पाएंगे कि असली में लड़की कौन है। ऐसे ही है जब प्रभु यीशु आने के समय में हमारी उठा लिए जाने की अवस्थाओं में असली कौन है तब पता कर पाएंगे। നമ്മൾ നെഞ്ചത്തെ പറയും എന്നെ ഇന്ന് കർത്താവ് പാറ്റാൻ സാത്താന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്താൽ എന്തായിരിക്കും ഗതി? हम अपने आप से थोड़ा पूछ कर देखना है कि आज यदि प्रभु हमारे प्रति अनुमति देते हैं शैतान से कि हमें पटका जाए, तो हमारी अवस्था क्या होगी? പാറ്റിക്കൊണ്ടിരിക്കുന്ന പോലാണ് പണ്ട് നമ്മുടെ പത്രോസിന്റെ കോഴി കൂകില്ലേ, കോഴി ആദ്യം കൂകി പെട്ടെന്ന് അടുത്ത കൂവല് പടവെന്ന ഇതുപോലാണ് പാറ്റുന്ന പരിപാടി. और पहले हम ये बात को जब हम समझना है तो जब पतरस का आमीन यीशु मसीह को पकड़वाया जाने के समय में पतरस जब प्रभु यीशु को इनकार करता है तो मुर्गी जो है बांग देती हैं, तो जैसे एक का पीछे एक ऐसे आमीन जैसे वो बांग देती हैं, वैसे ही है हमारी भी अवस्थाएं। जब हमें पटके जाते हैं तो तुरंत ये घटनाएं होती रहती हैं। തിരമാലകൾ വരുന്ന പോലെ ഒന്ന് ഒന്ന് അടുത്ത് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക. और जैसे जैसे समुद्र में लहरें आते हैं,
वैसे ही एक के पीछे एक ऐसी समस्याएं उठकर आने लगती हैं। ഇയ്യോബിന് പെർമിഷൻ സാത്താന് കിട്ടിയപ്പോ സാത്താൻ കൊണ്ട് ഓടി ഓട്ടം കാണാമായിരുന്നു. അത്ര അടുത്ത് കാരണം തിളങ്ങി നിൽക്കല്ലായിരുന്നോ ഇയ്യോബ്? ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന ആരാധന ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പം പെർമിഷൻ കൊണ്ട് പോയി അടിച്ചങ്കർ ഒന്ന് ആഫ്റ്റർ അനദർ. ഒരു റിപ്പോർട്ട് കഴിഞ്ഞ് അടുത്ത റിപ്പോർട്ട് ആണ്ടാ പോയി അടുത്ത റിപ്പോർട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇതുപോലെ പാറ്റുന്ന അനുഭവം. और अय्यूब के जीवन में भी ऐसे हम समान अवस्थाओं को देखते हैं। जब अय्यूब को परीक्षा करने के लिए जब शैतान को अनुमति मिलता है, तो अय्यूब को एक के पीछे एक जैसी समस्याओं को उसने सामना करना पड़ा। वैसे ही है, जब हमारे भी जीवन में ऐसी पटके जाने की अवस्थाओं में एक के पीछे एक समस्याएं उठकर खड़े होते हैं, और यही समान अवस्थाओं में भी हमारे जीवन में ऐसी अवस्थाएं आती ഒരു हैं। പയ്യൻ ഈ നാനാവിധ പരിശോധന വരും, നാനാവിധ പരിശോധനകൾ. ഒരു और ദിവസം കമ്പനി ചെന്നപ്പം ബോസ് പറഞ്ഞു നാളെ ഒരു ജോലിക്ക് വരണ്ടാന്ന്. और हमने वचन में सुनते हैं कि नाना प्रकार की परीक्षाएं। तो एक बार एक व्यक्ति जब एक अपनी कंपनी में काम करने के लिए जाता है, तो उसकी मालिक उससे कहता है कि कल से तुम नौकरी के लिए मत आना। അതിന് റൂമിൽ ചെന്നപ്പോഴാ പറഞ്ഞത് മക്കാന്മാർക്ക് പറഞ്ഞു നാളെ വീട് കാലിയാക്കാൻ. और जैसे ही ये खबर सुनकर वो अपने घर में जाते हैं, तो मकान मालिक भी उससे कहने लगता है कि कल आप अपने मकान को खाली कर दीजिए। പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് ടെലഗ്രാം ഫാദർ സീരിയസ് സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. എന്തോ ചെയ്യും? और अगले ही दिन घर से एक टेलीग्राम पहुंच जाता है कि अब आपके पिता बहुत गंभीर अवस्थाओं में हैं, आप जल्दी से आने के लिए तैयारी करें। ഒന്നാമത്തെ പാറ്റി, രണ്ടാമത്തെ പാറ്റി, മൂന്നാമത്തെ പാറ്റി 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 ഇടുക. ആരാ പാറ്റുന്ന? സാത്താനാ പാറ്റുന്നത്. और ये व्यक्ति के अनुभव भी ऐसा ही है कि पहली बार एक अवस्था पटके जाते हैं, दूसरा, तीसरा, ऐसे एक का पीछे एक अनुभवें आती हैं। ये कौन करता है? ये शैतान ऐसे पटकने का कार्यों को करता है। ദൈവം പെർമിഷൻ കൊടുത്തിട്ടല്ലേ പെനിന്ന ഹന്നയെ കുത്തിയത്? और आपको क्या लगता है कि परमेश्वर ने अनुमति दिया है इसलिए है ना कि पेनीना ने हन्ना को इतना तकलीफ को पहुंचाया? ദൈവം നിങ്ങളുടെ തലയിലെ മുടിയെ പോലും എണ്ണി സ്റ്റെപ്പ് ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. परमेश्वर यदि हमारे सिर की एक एक बालों को गिन कर रखा है, तो प्रभु की जानकारी के बगैर हमारे जीवन में प्रभु कुछ भी नहीं करता है। നിങ്ങളെല്ലാവരും ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കണം. വിലാപങ്ങളുടെ പുസ്തകം എല്ലാവരും ആ വാക്യം ഒന്ന് സ്ട്രൈക്ക് ചെയ്യണം. അതിന്റെ മൂന്നാമത്തെ 36, 37, 38 ഒന്ന് വായിച്ചേ. और आपके पास जो बाइबल आप लेके बैठते हैं, वो आप अपने आप में खोलकर विलाप गीत की पुस्तक को हम खोलेंगे। विलाप गीत की पुस्तक उसके तीसरा अध्याय उसका 36वें आयत को हम पढ़ेंगे। ഒന്ന് വായിച്ചേ. 36. 36, 37, 38. മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നതും കർത്താവ് കാണുകയില്ലയോ? കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്? കർത്താവ് കൽപ്പിക്കാതെ ആര് പറഞ്ഞിട്ടാ വല്ലതൊക്കെ സംഭവിക്കുന്നത്? അടുത്തത്, അത്യുന്നതന്റെ വായിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ? ആ മനുഷ്യൻ ജീവനുള്ളെന്ന് നെടുവീർപ്പിടുന്നത് എന്ത്? അടുത്ത വാക്യം വായിച്ചോ. ഓരോരുത്തൻ താന്റെ പാപങ്ങളെ കുറിച്ച് നെടുവീർപ്പിടട്ടെ. എന്നിട്ട് അടുത്ത വാക്യം കൂടെ ഉണ്ട്. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കിലേക്ക് തിരിയുക. Turn to God. ഓരോ പാറ്റുമ്പോൾ നമുക്ക് തിരിയാനൊരു ദൈവമുണ്ട്. God is seated on the throne. Look to him. നമ്മൾ വായിക്കുന്ന പോലെ കഷ്ടകാലത്ത് അവനെ അവിടെ ഉണ്ടെന്ന് വിളിച്ചപേക്ഷിക്കുക. और यहाँ पर ये विलाप गीत की पुस्तक उसके तीसरा अध्याय उसके 36 से लेकर 40 आयत तक हम पढ़ते हैं। तो 40वें आयत में इस प्रकार लिखता है कि हम अपने चाल चलन को ध्यान से परखे
और यहोवा की ओर फिरे, तो हमें ऐसी पटके जाने की अवस्थाओं में हमेशा ध्यान रखना है कि हम हर बार प्रभु की ओर फिरने की एक हालात में हमें यहाँ पहुंचना है। സാത്താന് പെർമിഷൻ കൊടുത്ത് ദൈവം ചുമ്മാ ഇരിക്കുകയല്ല ചെയ്ത്. യേശു പറഞ്ഞു അവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലെ നമ്മുടെ കർത്താവ് നമ്മുടെ പാറ്റുന്ന മേഖലകളിൽ നമ്മെ ശുദ്ധീകരിപ്പാൻ, നമ്മളെ ഒരുക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ, ശുശ്രൂഷയ്ക്ക് ഒരുക്കുവാൻ ചില പാറ്റുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവുണ്ട്. और यीशु मसीह भी जब अय्यूब को परमेश्वर जब अय्यूब को परखे जाने की अवस्थाओं में, प्रभु का वचन हमें बताता है कि उसी के लिए प्रार्थना करने का एक अवसर भी प्रभु देता है। उसी प्रकार हमारे भी जीवन में जब हम ऐसी परीक्षाओं में पढ़कर हम जब परखे जाते हैं, तो हम प्रभु की ओर थोड़ा और करीब आने के लिए, हमारे जीवन को प्रभु से और थोड़ा आमीन गहरा संबंध में ले चलने के लिए, हमारी सेवकाई के क्षेत्रों में प्रभु हमें और थोड़ा मजबूत करने के लिए ऐसी अवस्थाओं में से जाने की अनुमति हमें देता है। ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ മിത്രങ്ങൾ ശത്രുക്കളായി മാറുന്ന കണ്ടിട്ടില്ലേ? ചിലപ്പോൾ എല്ലാവരും कई ഒന്ന് പ്രതികൂലമായി, ചിലപ്പം നമ്മൾ സ്നേഹിക്കുന്ന ഒരു പ്രതികൂലമാകുന്ന ഒക്കെ മനസ്സിലാക്കണം. ദൈവം സ്വർഗത്തിലുണ്ട്, കർത്താവ് ചുമ്മാ ഇരിക്കും. ഇതെല്ലാം പാറ്റുന്ന അനുഭവങ്ങളാണ്. कई बार ऐसे हमें अनुभव होते हैं कि हमारे मित्र तुरंत हमारे शत्रु बन जाते हैं। हमने जिनसे अधिक प्रेम किए थे वे हमारे आमीन दुश्मन के समान हमारे से व्यवहार करने लगता है। ऐसे सब समय में हमें ये बात को समझ लेना जरूरी है कि हमारे जीवन में ऐसे परखे जाने का या पटके जाने का अनुभव में से हम होकर जा रहे हैं। എല്ലാം സന്തോഷമായിട്ട് നല്ല സെറ്റപ്പിൽ പോകുമ്പോഴായിരിക്കും പെർമിഷൻ എടുത്തോണ്ട് പോകുന്നത് പാറ്റാൻ. എപ്പോ വരുമെന്ന് അറിയത്തില്ല. और सब कुछ बड़े आनंद के समय में, सब कुछ बड़े सुख के समय में ऐसी अनुमति दिया जाता है कि हम पटके जाए, और हमें ऐसी तुरंत उठाकर ले जाते हैं, और लौट कर कब आएगा उसका कोई अंदाजा हमें नहीं होता। കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും നമ്മുടെ ജീവിതത്തിൽ. लेकिन एक बात को याद रखना है कि परमेश्वर जाने बगैर हमारे जीवन में कुछ भी नहीं हो करता है। അവിടെയാണ് നമ്മൾ വായിക്കുന്ന 23 സങ്കീർത്തനത്തിൽ, ഈവൻ if I go through the valley of the shadow of death, I will fear no evil. കർത്താവ് യു ആർ വിത്ത് മീ, ദൈവത്തോട് പറയാ യു ആർ വിത്ത് മീ, ദൈവോട് ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ തന്റെ കഷ്ടതയുടെ മേഖലകളിൽ കൂടെയുണ്ട്. 40 സങ്കീർത്തനം വായിക്കുന്ന പോലെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത്. इसलिए हम भजन संहिता 23 में इस प्रकार हम पढ़ते हैं कि चाहे मैं घोर अंधकार की तराई में से होकर जाऊं, मैं किसी हानि से ना डरूंगा, क्योंकि तू मेरे साथ है। प्रेज द लॉर्ड। हमारे जीवन में भी ये बात को हमें याद रखना है कि हमारे जीवन की हर परिस्थिति, हर ऐसी तराई जैसे अनुभव में परमेश्वर हमारा साथ है। वो प्रभु को हमें हम अनुभव करते आगे बढ़ना है। ശിഷ്യന്മാരുടെ സന്ധ്യയായപ്പം വള്ളത്തെ കയറ്റി അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞു. यीशु मसीह के चेलों को शाम होने के समय में नाव पर चढ़कर उस पार जाने की आज्ञा परमेश्वर ने दिया। യേശു മലയിലേക്ക് കയറിപ്പോയി. और वचन कहता है कि यीशु पहाड़ पर चढ़कर प्रार्थना के लिए चला गया, രാത്രി കൂരിരുട്ടായി. और रात में घोर अंधकार का समय आया। കർത്താവ് അറിയാണോ ഈ കൊടുങ്കാറ്റ് വന്നേ? കർത്താവ് അറിയാണോ തിരമാല പൊങ്ങിയെ? और आपको क्या लगता है कि परमेश्वर का जानकारी के बगैर था क्या ऐसे आंधी और तूफान उनके नाव को टकराने लगा? നമ്മളിങ്ങനെ വായിക്കുന്നത്, അവർ തണ്ട് വലിച്ചു വലയുന്നതും അവർ നിലവിളിക്കുന്നതും യേശു കണ്ടു. और हम इस प्रकार पढ़ते हैं कि वे उस नाव के पतवार को खींचकर थके हुए अनुभवों को यीशु मसीह ने देखा। യേശു ശ്രദ്ധിക്കുന്നത് പടകിനൊന്നുമില്ല, യേശു അവരെയാ ശ്രദ്ധിക്കുന്നത്. यीशु मसीह उस नाव को देखता नहीं है, परंतु यीशु मसीह अपने चेलों की ओर अपनी ध्यान को लगाए रहता അതുകൊണ്ട് है। വാക്യം നമ്മൾ മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ വ്യസനിപ്പിക്കുന്നതാണ്. മനസ്സോടെ അല്ല, പക്ഷെ ചെയ്തേ പറ്റത്തുള്ളൂ. ഈ പ്രോസസ് അങ്ങനെ.
और അതാണ് वचन एक പ്രോസസ്. बार इस प्रकार लिखा जाता है, क्या वो अपने मन से है क्या कि अपने लोगों को बहुत दुःख की अवस्थाओं में पहुँचाता है? वे मन से नहीं करते हैं, परंतु ये प्रक्रिया का भाग है, ऐसे ही करना ज़रूरी होता है। ഇനിയും ഈ പാറ്റുന്ന പ്രക്രിയ എന്ന് പറയുന്നത് വേർപിരിക്കുന്ന അനുഭവമാണ്. ചിലതിനൊക്കെ നമ്മൾ വേർപിരിക്കാൻ, ചിലതിനൊക്കെ നമ്മളെ വിടുവിക്കാൻ വേണ്ടിയാ കർത്താവ് ഈ പാറ്റുന്നത്, ये പാറ്റാൻ पट പെർമിഷൻ കൊടുക്കുന്നത്. पटके जाने की अनुमति या साफ करने की अनुमति जब दे दिया जाता है, तो ये एक दूसरे से बिछड़ने का एक अनुभव भी ठहरता है। कई ऐसे आमीन संबंधों से, कई ऐसे चीज़ों से हमें हमेशा के लिए अलग होना ज़रूरी रहता है। നമ്മൾ കർത്താവ് പറഞ്ഞ കേട്ടില്ലേ, ഈ മുറുകെ പറ്റുന്ന പാവും വിടാൻ വയ്യാത്തതിനെ വിടുവിക്കാൻ വേണ്ടിയാ ഈ പാറ്റാൻ പെർമിഷൻ കൊടുക്കുന്നത്. और जैसे वचन में बताया जाता है कि हर एक उलझाने वाली पापों को छोड़कर, तो कई पाप ऐसी होती हैं जो हमारे जीवन से छुटकारा पाने के लिए आसान नहीं होता है, तो उसी से हमें छुटकारा दिलाने के लिए ऐसे पटकने के अनुभव में से हमें ले जाता है। ചിലതൊക്കെ നമ്മൾ വിട്ടാലും നമ്മളെ വിടത്തില്ല. कई बार हम किसी चीज़ों को छोड़ देते हैं, लेकिन वो हमें छोड़ना नहीं चाहते। അവിടെ പാസ്റ്ററെ ആ പുള്ളി എന്റെ പുറകെ എത്ര ശ്രമിച്ചാലും നമ്മളെ ഇങ്ങനെ കുത്തിക്കൊണ്ട് നടക്കുകയാണ്. ഇതിനറിയോ, ഇതൊക്കെ ജീവിതത്തിൽ ചില മുറുകെ പറ്റുന്ന, നമ്മുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി, ദൈവത്തോട് ബന്ധം തടസ്സമായി ഒക്കെ നിൽക്കുന്ന ചില മണ്ഡലങ്ങളിൽ മേൽ ഒരു വിടുതലിന് വേണ്ടിയാണ് ഈ പാറ്റാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. और कई बार लोग ऐसे कहते हैं कि वो पासवान वो मेरे पीछे ही लगा रहता है, मुझे छोड़ते नहीं हैं। तो ऐसी बातों में हमें बात को समझ लेना है कि कई बार कई ऐसी अनुमतियाँ, कई ऐसी अनुभवों को हम जब अपने अनुभव करते हैं, तो हमारे जीवन में एक हम आमीन एक सफाई के लिए, हमारे जीवन में हमेशा के लिए एक आमीन एक शुद्धिकरण के अनुभवों के लिए प्रभु हमें ऐसी परिस्थितियों में से, पटके जाने के अनुभवों में से ले चलता है। ഒരു ദേവദാസന്റെ കണ്ണീരിന്റെ അനുഭവം കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. और एक प्रभु के दास का एक अनुभवों को सुनकर मेरे आँखों में आँसू भर गया। സഭയിൽ നിന്ന് പ്രതികൂലം, വീട്ടിൽ പ്രതിസന്ധി, ഭയങ്കര പ്രതികൂലത്തിൽ വളരെ പാറ്റി അങ്ങ് നിൽക്കുമ്പോ ഇതൊക്കെ ഇവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. और एक प्रभु के दास का अवस्था इस प्रकार था कि उसके घर में भी विपरीत अवस्थाओं में थे वे, कलीसिया में भी समस्याएं थे, और ऐसे आमीन फटके जाने के समय में आमीन वे प्रभु के दास आंसू बहाकर प्रार्थना कर रहे थे। ഇതൊക്കെ ഇങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോ കർത്താവിന് സഹിച്ചില്ലത്. ഇതെങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ അപ്പുറത്തെ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ശബ്ദം ഇദ്ദേഹത്തിന് ചെവിയിലെത്തി. और ऐसी कराते हुए प्रभु की उपस्थिति में प्रार्थना करने के समय में परमेश्वर ने उनकी प्रार्थना सुनता है, और वे ऐसी बगल वाले कमरे में से कोई और प्रार्थना करने का एक आवाज उन्हें सुनाई देता है। എന്താണെന്നറിയോ, യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശബ്ദം തന്റെ കാതിൽ മുഴങ്ങി. और क्या था आप जानते हैं, यीशु मसीह स्वयं उसी के लिए प्रार्थना करने का वो आवाज वे अपने कानों में सुनाई देता है। സാത്താനിട്ട് പാറ്റുമ്പോ ഉണ്ടല്ലോ, നിന്റെ കണ്ണിൽ ഇറങ്ങി വരുന്നവനാ കർത്താവ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കുന്നവനല്ല. കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം പോയി പതിരിപ്പാൻ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന പകൽക്കാലം കണ്ണീരിന്റെ അനുഭവത്തിലൂടെ, പാറ്റുന്ന പ്രക്രിയയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം സ്വർഗത്തിലുണ്ട്. നിന്നെ പാറ്റി ശുദ്ധീകരിച്ചുകൊണ്ട് ശക്തനാക്കി നിർത്തുവാൻ, ആത്മീക മണ്ഡലത്തിൽ കുറവില്ല തെളിഞ്ഞു നിൽപ്പാൻ ആഗ്രഹിക്കുന്ന കൊണ്ടാ കർത്താവ് പെർമിഷൻ കൊടുക്കുന്ന, ചുമ്മാതല്ല. और शैतान जब हमें पटकते हैं और ऐसे फटकने की अवस्थाओं में परमेश्वर के लोगों, हमें परमेश्वर का आमीन उपस्थिति में हम जब आंसू बहाते हैं, प्रार्थना करते हैं, तो हमारी प्रार्थनाओं में, हमारी आंसुओं में उतर आने वाला परमेश्वर है। वो हमें आमीन किसी चीज को सौंप कर, वो बगल में खड़े रहकर देखने वाला प्रभु नहीं, परंतु हमारी परिस्थितियों में उतर आकर हमें सांत्वना देने वाला, हमारे जीवन में दृढ़ निश्चय देने वाला एक परमेश्वर है हमारा परमेश्वर। നമ്മുടെ അകത്തുണ്ടെങ്കിൽ എത്ര പാറ്റിയാലും നമ്മൾ പുറത്തു പോകത്തില്ല. വിശ്വാസം അകത്തുണ്ടെങ്കിൽ
നമ്മുടെ വിശ്വാസം ഒരു സംഘടനയിലല്ല. നമ്മുടെ വിശ്വാസം ലോകത്തെ, മരണത്തെ, പാതാളത്തെ ജയിച്ച യേശുവിലാണെങ്കിൽ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിച്ചോ, പിതാവിൽ വിശ്വസിച്ചോ, എന്തെല്ലാം എതിരാണെങ്കിലും അവിടെ കൊണ്ട് എത്തിക്കുന്നിടം വരെ ഞാൻ കൈ പിടിച്ചിരിക്കും. ഞാൻ ചതിക്കുന്നവനല്ല, ഉപേക്ഷിച്ച് പോകുന്നവനല്ല. ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഏതെങ്കിലും പാറ്റുന്ന, വേദനിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഒരു ദൂതി ഞാൻ കൈമാറുക. നിങ്ങൾക്ക് വിശ്വസിക്കേണ്ട ഒരു കർത്താവുണ്ട്. നിങ്ങളെ തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത, നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നിങ്ങളെ ശക്തീകരിക്കുന്ന, ഉറപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. ആ കർത്താവ് നമുക്ക് ആശ്രയിക്കാം. और हमारे जीवन में यदि परमेश्वर हमारे अंदर है, प्रभु का विश्वास यदि हमारे अंदर है, तो चाहे हम कितने भी ऐसी परीक्षाओं में से आमीन हम जाने की अनुमति प्रभु दे, हमारे प्रभु हमारी हाथ को नहीं छोड़ेगा। और इसीलिए हमें ये बात को याद रखना है कि आमीन, आज चाहे कितने भी वेदनाजनक अनुभवों से, ऐसी परीक्षाओं के अनुभवों से हमारे जीवन होकर जा रहा हो, हमारे लिए हमेशा तैयार रहने वाला परमेश्वर, हमारे लिए हर समय आमीन उपस्थित रहने वाला परमेश्वर हमारे साथ है। वे हमें कभी भी आमीन खाली हाथ छोड़ने वाला प्रभु नहीं है। वो हमारे जीवन में हर समय हमारे सहायता के लिए उतर आकर हमें उस आमीन अंत तक ले जाने के लिए सामर्थी परमेश्वर है हमारे प्रभु परमेश्वर। എന്റെ ഫാദർ സ്കൂൾ ടീച്ചറായിരുന്നു. प्रभु के दास के पिता जो हैं एक स्कूल के अध्यापक थे। ഞങ്ങൾ 5 പേരെ 5 പേർക്കും 5 വടി റെഡിയാക്കി വെച്ചിരിക്കുക വീട്ടിൽ. और प्रभु के दास के घर में 5 भाई बहनें थे और पांचों के लिए 5 छड़ियों को वे तैयार कर कर रखते थे। ശരിക്കും തല്ലിയിട്ടുണ്ട് ഞങ്ങളെ. और अच्छे से हमें मार दिए हुए उन्होंने। തല്ലിടുമ്പോ ഒരു കാര്യം കൂടെ പറയും. जब हमें डांट लगाते थे या मार लगाते थे तो साथ में एक और बात को वे कहते थे। ഞാൻ നിങ്ങളെ തല്ലുന്നത് നാട്ടുകാർ നിങ്ങളെ തല്ലാതിരിക്കാനാണ്. और पिता इस प्रकार से कहता था कि मैं तुम्हें इसलिए मार रहा हूँ ताकि गाँव मतलब बाहर के लोग तुम्हें मारे ना। എന്റെ ഫാദറിന്റെ പേര് പുളിക്കലെ അപ്പുസാറിനാണ്. പുളിക്കലെ അപ്പുസാറിന്റെ മോന്ന് കേൾക്കുമ്പോൾ അതിനെ ഞാൻ തല്ലുന്നത്. നമുക്കൊരു സ്വർഗത്തിലെ അപ്പച്ചനുണ്ട്. പാറ്റാൻ ഏൽപ്പിച്ചു കൊടുത്താലും അപ്പച്ചൻ നമ്മളെ സാക്ഷ്യം കേൾക്കണം. ദൈവത്തിന്റെ ഇന്നാര് സ്തോത്രം, തോംസൺ പാസ്റ്റർ, പ്രകാശൻ, അവർ ദൈവം പറയുന്നത് നല്ലവരാ. ഞാൻ തല്ലിയാലും എത്ര തല്ലുകൊണ്ടാലും ഒരു കാര്യം ദൈവം പറയും, അവരെന്റെ മക്കളാണ്. और मेरे पिता के नाम जो अपू सार या अपू शिक्षक इस प्रकार से जब बोले जाते हैं तो पिता इस प्रकार से कहता था कि हम बच्चों के नाम के ऊपर जब पिता के नाम लगाए जाते हैं तो उन्हें ये बात को पता चलना चाहिए कि इनका बेटा है आप, इसीलिए मैं तुम्हें मारता हूँ। इसी प्रकार से हमारे स्वर्गीय पिता जब हमें आमीन छोटी छोटी ताड़नाओं से हमें जब जाने की अनुमति देता है तो वो पिता ये चाहता है कि हम उसके लिए आमीन बड़े आमीन आशीषित अनुभव में हमारे जीवन को रखे। जब स्वर्गीय पिता का हमें नाम जब लिया जाए तो हमारे प्रति वो प्रसन्न होने वाली अनुभव में हम एक एक लोग बने रहे। നിങ്ങൾ ചിന്തിക്കണം, ഈ പാറ്റി കഴിഞ്ഞ പിന്നെ പത്രോസിന്റെ ശുശ്രൂഷ കണ്ടായിരുന്നു. अब थोड़ा सोच कर देखिए, कल्पना कर कर देखिए कि जब पतरस का जीवन में ऐसी फटके जाने का समय होने के बाद आमीन पतरस का जीवन की सेवकाई में कैसी बदलावटों को आया है। പത്രോസിന്റെ ലൈഫ് കണ്ടായിരുന്നോ? पतरस का जीवन को ही आप थोड़ा देख लीजिए। അവ പാറ്റി എന്തിനാ? तो फटके जाने का कारण क्या था? അവിടെ പറഞ്ഞിട്ടുണ്ട് നീ മടങ്ങി വരുമെന്ന്. പാറ്റെല്ലാം और കഴിഞ്ഞ് മടങ്ങി വരുന്നത് തിളങ്ങി നിൽക്കുന്ന വാക്കവിടെ. और नीचे की आयत में इस प्रकार लिखा है कि तू लौट कर आने के समय में भाइयों को स्थिर करना है। ഈ ഇയ്യോബിന്റെ ജീവിതത്തില് പാറ്റി 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 എല്ലാം പോയി. പെട്ടെന്നായിരുന്നു എല്ലാം പോയി കഴിഞ്ഞപ്പം ദൈവത്തിനടുക്കെന്ന് ചോദിക്കുക, ദൈവമേ ഇത്ര സാക്ഷ്യമുള്ള മനുഷ്യനാ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അങ്ങേക്ക് ഒരു ടെൻഷൻ ഇല്ലേ കർത്താവെന്ന് ചോദിക്കുമ്പോ और अय्यूब के जीवन में हम देखते हैं कि कई प्रकार की ऐसी परीक्षाओं में से अय्यूब एक का पीछे एक जब परीक्षाएं आई और सब समाप्त होने के बाद अय्यूब परमेश्वर के पास जाकर इस प्रकार परमेश्वर से सवाल पूछता है कि
परमेश्वर मेरे जीवन में इतने सारी परीक्षाएं आई हैं, क्या आपको इसके प्रति कोई चिंता नहीं है क्या? ദൈവം ഞാൻ ടെൻഷൻ എടുക്കുന്നത്. परमेश्वर उससे पूछता है कि मैं क्यों तेरे प्रति चिंता लूं? എനിക്കറിയാം എന്തോ സംഭവിക്കാൻ പോകുന്നത്. मुझे पता है कि आगे क्या होने वाला है। ഇയ്യോബിന് ഇപ്പം ഇവിടെ മാത്രമേ പ്രശസ്തിയുള്ളൂ, ലോക പ്രശസ്തനാക്കാവുന്നു. അത് തന്നെയല്ല, പിന്നെ ഇയ്യോബ് കണ്ട തിളങ്ങി നിൽക്കുക, കാലസമ്പൂർണ്ണ മരിച്ചെന്ന ഇരട്ടി കൊടുത്തു. ഇരട്ടി കൊടുക്കാൻ ദൈവം. അതുകൊണ്ട് പാറ്റുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മക്കേ ഉള്ളു ടെൻഷൻ, ദൈവത്തിന് ടെൻഷനില്ല. കാരണം പത്രോസിന്റെ ഭാവി ശുശ്രൂഷ, പത്രോസിന്റെ തിളങ്ങുന്ന ശുശ്രൂഷ മുന്നിൽ കണ്ടുകൊണ്ട് ചിലപ്പോ പാറ്റാൻ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പക്ഷപാതിൽ ദൈവമുണ്ട്, തിളങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട് നമുക്ക്. और अय्यूब के जीवन में हम देखते हैं, क्योंकि अय्यूब को परमेश्वर आमीन अय्यूब के प्रति परमेश्वर चिंता इसलिए नहीं लेता है क्योंकि परमेश्वर अय्यूब की अंत को जानता है। और अय्यूब के जीवन को हम देखेंगे तो ये बात हमें अच्छे से समझ आता है कि अय्यूब परमेश्वर के लिए बड़ी आमीन चमकने वाली अनुभव में अय्यूब रहता है। और अंत में वचन कहता है कि अय्यूब अपने आमीन समय का पूरी समाप्ति के बाद वे अपने पिताओं के साथ सो गए। और इसी प्रकार पतरस के भी जीवन में परमेश्वर पतरस का अंत क्या है ये अच्छे से जानने के कारण परमेश्वर का पतरस का सेवकाई किस प्रकार परमेश्वर के लिए प्रकाशित करना है, इसीलिए पतरस को ऐसी फटके जाने वाली अनुभवों में से ले जाता है। तो एक बार हमें भी समझना है, जब हमारे जीवन में ऐसी समस्याएं आती हैं तो परमेश्वर को उसके पीछे एक बड़ा उद्देश्य है और उसी के लिए हमें ऐसे अनुभवों में से होने का प्रभु अनुमति देता है। നമ്മുടെ പിള്ളേർ നമ്മൾ പരീക്ഷയ്ക്ക് വിടും അല്ലേ? हमारे बच्चों को हम परीक्षाओं के लिए छोड़ते हैं, നമ്മൾ കൊണ്ടുവിടും, हम लेकर जाते हैं उनको, നമ്മൾ ഗേറ്റിങ്ങ നിൽക്കും, हम उस गेट के सामने ऐसे खड़े रहते हैं। തിരിച്ചൊന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ബുദ്ധി കൊടുക്കണമേ എന്ന് പറഞ്ഞാല കർത്താവ്. പരീക്ഷയില്ല, 5ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയാൽ പിന്നെ അടുത്ത വർഷം 6-ിലല്ലേ, പിന്നെ താഴോട്ടില്ലല്ലോ. ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഓരോ പാറ്റ് കഴിയുമ്പോൾ അടുത്ത പ്രൊമോഷനാ. പാറ്റുന്നവന് ഇവിടെ കിടന്ന് നശിച്ചു പോയിരിക്കാനാ, മുകളിലോട്ട് പോകണ്ടേ. और परीक्षा में जब हम बच्चों को छोड़ने जाते हैं, बच्चे अंदर जाने के पश्चात हम उस गेट में या बाहर आकर हम उनके लिए प्रार्थना करते हैं कि प्रभु उसे अच्छा बुद्धि दे, वे अच्छे से लिखने पाए। वैसे ही आमीन, एक 5वीं का परीक्षा लिखा हुआ बच्चा 5वीं को पास करके 6वीं कक्षा में जाते हैं तो नीचे की ओर नहीं आता, दिन प्रतिदिन या वर्ष प्रति वे ऊपर की ओर जाते हैं। उसी प्रकार हमारे जीवन में जब हमें परीक्षाओं में डाले जाते हैं तो हमारा परमेश्वर ये चाहता है कि हम दिन प्रतिदिन ऊंचाई को प्राप्त करें और उसीलिए हमें ऐसे जाने की अनुमति को देता भी है। ഞാന് നമ്മുടെ ബ്രൈറ്റ് സ്കൂളിന്റെ തൊട്ടടുത്ത സൊസൈറ്റിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പാസ്റ്റർ സജൻ അറിയാം. അപ്പം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രൈറ്റ് സ്കൂളിൽ പോകുമായിരുന്നു. और मैं जब पहले जहाँ रहता था वहां पर उसके बगल में एक स्कूल था, ब्राइट स्कूल नाम का, और उसके ठीक बगल वाली सोसाइटी में मेरा घर रहता था। അപ്പൊ ആദ്യത്തെ ദിവസം ഈ നഴ്സറിയിലെ പിള്ളേരെ വിട്ടിട്ട് അപ്പനും അമ്മയും വെളിയും ഗേറ്റും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക, ജയിലിൽ നിൽക്കുന്ന പോലെ. പിള്ളേരിങ്ങനെ ലൈനായിട്ട് ആണും പെണ്ണും എല്ലാം കൂടെ ഒരുത്തന്റെ തോളെ ഒരുത്തിന്റെ തോളെ ഒരുത്തൻ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുക. വാട്ടർ ബോട്ടിൽ നെഞ്ചത്ത് തൂവാല സെറ്റിപ്പിനെ കുത്തിയിരിക്കുന്നു, പുതിയ ബാഗും എല്ലാം കൂടെ തിളങ്ങി നിൽക്കുക. ഇപ്പം കരയുന്ന മട്ടില്ല. അപ്പം എന്നോട് ടീച്ചർ പറഞ്ഞു, കൂടുതൽ കരയുന്ന ആൺപിള്ളേരാ. और मैं पहले दिन जब बच्चों को छोड़ने जाता था तो ऐसा एक दृश्य हमें दिखाई देता है कि नर्सरी कक्षा में माँ बाप अपने बच्चों को छोड़ने के लिए आते हैं। वे उनकी पढ़ाई की पहला दिन रहता है, तो माँ बाप भी कई बार रोते हुए दिखाई देते हैं, बच्चे भी रोते हुए दिखाई देते हैं। तो वहाँ पर एक टीचर ने मुझसे इस प्रकार कहा कि सबसे ज़्यादा रोने वाला इन बच्चों में से लड़के होते हैं। കരഞ്ഞുകൊണ്ട് അപ്പനും അമ്മയും പുറത്ത് നിൽക്കുന്നത്. അന്ന് അവധി എടുത്ത് നിൽക്കുക. ഇവരും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഇവരെ കരച്ചില് കാണിക്കത്തില്ല. ഇവര് കരഞ്ഞ ഈ പിള്ളേർ പോകത്തില്ല, വലിച്ചോണ്ട് വിടുന്ന പിള്ളേരിങ്ങനെ ലൈൻ നിൽക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന് ശ്രദ്ധിച്ചോണ്ട് നിൽക്കുമ്പം ഒരു ബൊമ്മ പോലൊരു പയ്യൻ ഒറ്റ കരച്ചില്, മൊത്ത എണ്ണം കരച്ചിൽ തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ട് ഈ പേരൻസ് എന്തിനാ വിടുന്നത്, എന്തിനാ പരീക്ഷയ്ക്ക് വിടുന്നത്? ഇതുപോലാണ്
ദൈവം നമുക്ക് വേണ്ടി പിശാചിന്റെ കയ്യിലോട്ട് കൊടുക്കുന്ന പാറ്റി നമ്മൾ ശരിക്കൊന്ന് ജയിച്ച് തിളങ്ങി നിന്ന് അക്കരമാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയാ നമ്മളെ പലപ്പോഴും പാറ്റാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാതെ എന്ന് കഷ്ടം എന്ന് തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലെ കഷ്ടവും തീരത്തൊന്നുമില്ല. ഇവിടെ പോകുന്നവരും മനം കഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ നമുക്കൊരു കർത്താവുണ്ട്, ബലപ്പെടാൻ തോണ്ടും, ബലപ്പെടാൻ വചനമുണ്ട്. और यहाँ पर हमने उस स्कूल के बाहर ऐसे दृश्य को देखते हैं कि माँ बाप इतने बच्चे रोने के बावजूद भी माँ बाप अपनी आंसुओं को छुपाते हैं ताकि बच्चे देख के और अधिक ना रोए। परंतु इतने सारे दुख भरी अवस्थाओं में भी माँ बाप अपने बच्चों को जबरदस्ती स्कूल में भेज देते हैं। बच्चे रोते रोते वो जो स्कूल के लोग हैं वो बच्चों को खींच के लेके जाते हैं। तो माँ बाप ऐसे क्यों करते हैं पूछे तो वे चाहते हैं कि अपने बच्चे जो हैं अच्छे से पढ़कर लिखकर आगे की और उन्नति को पाए। उसी प्रकार हमारा परमेश्वर भी हमें जब परीक्षा के लिए अनुमति देता है, प्रभु चाहता है कि हमारे जीवन परीक्षाओं में से सुधार कर हम और उन्नति में जाएं, विश्वास में और दृढ़ होए और परमेश्वर में हमारे जीवन और धन्य बन जाए। इसलिए नहीं कि हमें इस प्रकार की कष्ट में डालकर हम इन परीक्षाओं में पड़े रहकर हमारे जीवन नष्ट हो जाए और हम हमेशा ऐसी परीक्षाओं में पढ़ने के समय में हम प्रभु से सवाल करते रहते हैं कि परमेश्वर इस सारी परीक्षाएं कब खत्म होगी। तो उसके लिए उत्तर यह है कि परीक्षाएं खत्म नहीं होंगी जब तक हम स्वर्ग तक नहीं पहुंचते हैं। ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആവും, പിന്നെ കൂടുതലും പഠിച്ച് അടുത്തേക്ക് കയറും. कई बच्चे जो हैं वे नाकाम हो जाते हैं, परंतु फिर से वो अच्छा से पढ़ाई करते करते वे ऊपर पहुंच जाते हैं। ഒരിക്കലും ഒരു വലിയ 10,500 പേരിരിക്കുന്ന ഒരു കോൺഫറൻസില് അവിടുത്തെ മെയിൻ ലീഡ് ചെയ്യുന്ന ആള് ചോദിച്ചു, ഇതുവരെ ഒരു പരീക്ഷയ്ക്കും തോക്കാത്ത ആരോട് എഴുന്നേക്കാൻ പറഞ്ഞു. और एक बार एक 1500 से भी बढ़कर लोग इकट्ठे हुए एक बड़ी कॉन्फ्रेंस में। उस जो मुख्य संचालक था उन्होंने इस प्रकार सारे लोगों से एक सवाल पूछा कि आज तक ऐसा कोई है जो आज तक कोई भी परीक्षा में फेल ना हुआ हो, ऐसा कोई है तो आप अपने हाथों को उठाएं। ഒരുത്തൻ ചാടി എഴുന്നേറ്റ് एक व्यक्ति था वो उठकर खड़ा हुआ। ചോദിച്ചപ്പോ എന്നാ കളരി പോലും ഇതുവരെ സ്കൂളിലേ പോയിട്ടില്ല, പിന്നെ എങ്ങനെ ജയിക്കും, നോക്കുന്ന അവകാരിക്കും. तो उनको आखिरी में पूछने के बाद ये बात को पता चला कि वे कक्षा कभी स्कूल में गया ही नहीं है तो फेल कैसा होगा। എന്ന് പറഞ്ഞാൽ നീ ഇതൊരു ദൈവത്തോടൊരു ബന്ധമില്ല, ചുമ്മാ ബന്ധക്കോസിൽ ചേർന്ന. ഞാൻ പറയട്ടെ, വിശ്വാസ ജീവിതത്തിൽ പാറ്റും, പക്ഷെ ഓരോ പാറ്റും ഓരോ പരീക്ഷയിലും പ്രൊമോഷൻ കിട്ടി. പ്രൊമോഷൻ അതുവരെ ഇങ്ങനെ എത്തിയത് ചുമ്മാ കൃപ പ്രാപിച്ചൊന്നുമല്ല. ഓരോ പാറ്റലും എന്നോട് ചില ഫോൺ ചെയ്യാറുണ്ട്, ഭാഷയെ പ്രാർത്ഥിക്കണം, വയ്യ ഭാഷ ഇങ്ങനെയാണോ, ഭയങ്കര പ്രതികൂലം. നമ്മൾ സില്ലമ്മന്റെ ഓർക്കാറുണ്ട്, എന്തെല്ലാം പ്രതികൂലം കടന്നു തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ പാറ്റലും കൂടെ അതുകൊണ്ട് തിളങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത് പണ്ടേ നമ്മൾ പോയേനെ, സ്വോത്രം വിഷാദം വിട്ടു പോയേനെ. പക്ഷെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ യഥാർത്ഥമായി അറിയുന്ന, നമ്മുടെ പ്രകൃതി അറിയുന്ന ഒരു യേശു നമുക്കുണ്ടല്ലോ, മുറുകെ പിടിക്കാൻ. സ്വോത്രം സ്വോത്രം സ്വോത്രം. हमें प्रभु का वचन में हमें जैसे बताया जाता है कि हमारे जीवन में ऐसी परीक्षाओं के अनुभव इसलिए आता है ताकि हम उस परीक्षाओं से पार होकर परमेश्वर का उन्नति को हम अपने जीवन में प्राप्त करें। इसके लिए नहीं कि हमें वो नष्ट करना चाहता है, परंतु हमें परमेश्वर उन्नति में बढ़ते हुए देखना चाहता है। इसलिए ऐसी अवस्थाओं में से हमें होकर जाने का एक समय और एक अवसर प्रभु देता है। ഞാൻ ഓർത്ത് ജീവിതത്തിന്റെ അടുക്കുമ്പോഴേ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ മനസ്സിലാക്കുന്നത്, എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇതൊക്കെയാണ് പിടിച്ചു നിൽക്കുകയല്ല, കർത്താവ് നിർത്തുക. और एक एक लोगों के जीवन में उनकी अवस्थाओं को देखने के बाद समझ में आता है कि एक एक व्यक्ति कैसी परीक्षाओं में से, कैसी अवस्थाओं में से होकर जाते हैं। और इनके बीच में भी वे जो लोग दृढ़ खड़े रहते हैं, तो उसका अर्थ इतना ही है कि वे अपने आप में खड़े नहीं हैं, परमेश्वर उनको खड़े रखने में मदद करता है। നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പ് നോക്കിയേ, വിശ്വാസം എന്ന് ആരംഭിച്ച് എത്ര പാറ്റിലൂടെ കടന്നുപോയി, പക്ഷെ അവിടെയൊക്കെ തകർന്നു പോയോ? ഇല്ലല്ലോ, തിളങ്ങി നിൽക്കുകയല്ലേ ഇപ്പോഴും. എന്താ കാര്യം എന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവുണ്ട് നമുക്ക് വേണ്ടി. നമുക്ക് നമ്മുടെ വിശ്വാസം, നമ്മൾ കുറവുകൾക്ക് ഏറ്റുപറഞ്ഞ് ക്ഷമിക്കണമേ കർത്താവേ എന്നും പറഞ്ഞ് നമ്മളെ ശുദ്ധീകരിച്ച് നിത്യ നിർത്താനാ ഭാരപ്പെടണ്ട. യോ കർത്താവേ, പലരും എന്നെ വിളിക്കാറുണ്ട്, പലരും പക്ഷെ ഉറപ്പിക്കുന്ന അനുഭവം. അതുകൊണ്ട് ദൈവമക്കളെ പറയട്ടെ, പാറ്റാൻ പെർമിഷൻ കൊടുത്താലും നിങ്ങൾ ഭാരപ്പെടല്ലേ.
നമുക്കൊക്കെ അക്കരനാടുണ്ട്, അവിടെ പോകണം. ഞങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ച് കൃപ പ്രാപിച്ച് തിളങ്ങി നിന്ന് ഇതിനു വേണ്ടി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു പാസ്റ്റർ സജൻ വെരി മച്ച്. ദൈവദിനം ഇന്ന് പാൽക്കാലം ആ വാക്യം മറന്നു പോകരുത്. മനസ്സോടെയല്ലല്ലോ മനുഷ്യപുത്രന്മാരെ വ്യസനിപ്പിക്കുന്നത്. ദൈവം വളരെ കാൽക്കിടി ചതച്ചു കൊടുക്കാൻ ഏൽപ്പിക്കുന്നു. വെറുതെയല്ല. സ്തോത്രം. ഒന്നും സംഭവിക്കുന്നില്ല. താന്റെ കുറൾ ഏറ്റു പറഞ്ഞ് ദൈവത്തിലേക്കൊന്ന് തിരിയുമെങ്കിൽ സ്തോത്രം, ഈ പാറ്റൽ അടുത്ത പ്രൊമോഷനിലേക്ക് പോകും. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം.